ക്വസ്റ്റ്യൻ പേപ്പറിൽ കലണ്ടർ ഉണ്ട്, ക്ലോക്ക് കാണുന്നില്ല, കലണ്ടറിന്റെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ക്ലോക്ക് അടുത്ത പ്രാവശ്യം ഇപ്രാവശ്യം വരുന്നതിന് ചോദിക്കാനോ ചാൻസ് ഉണ്ട്, ഉണ്ടല്ല. അപ്പൊ ക്ലോക്ക് നല്ലോണം നോക്കണം കേട്ടോ. ക്ലോക്കിൻ്റെത് ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വസ്റ്റ്യനെ ചോദിക്കാറുള്ളൂ. ഒന്ന് മെയിൻ ആയിട്ട് ഈ കോണളവ് കാണുന്നത് മെയിൻ ആയിട്ട് ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് ഏകദേശം കിട്ടും എത്ര മണിക്കൂർ അങ്ങനെയൊക്കെ, ഒരാഴ്ചയിലെ മിനിറ്റ്, അതുപോലത്തെ ഒന്നും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏകദേശം കിട്ടും. കുഴപ്പമില്ലല്ലോ, ഇതിന് തന്നെ ഒന്നും പറയാനില്ല ഇപ്പോൾ കൂടുതലൊന്നും. കാരണം ഇതൊന്നും വേണ്ട, ഇതൊന്നൊക്കെ വാരി വലിച്ച് വേറെ എക്സാമിനൊക്കെ പഠിക്കേണ്ട സാധനങ്ങളാണ്. ഇതൊന്നും നിങ്ങൾക്ക് ചോദിക്കാറില്ല, അതുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത്. റെഡി? ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് കലണ്ടർ കേട്ടോ. കലണ്ടർ നിങ്ങളോട് ചോദിക്കാറുണ്ട്, അടുത്തൊക്കെ കാണുന്ന ക്വസ്റ്റ്യൻസ്. കലണ്ടറിൽ ആദ്യത്തെ കേസ് കേട്ടോ. കലണ്ടർ നിങ്ങൾക്ക് അറിയാം, കലണ്ടറിൽ നമുക്ക് സാധാരണ ഒരു വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ 2 ടൈപ്പ് വർഷങ്ങളാണ്. ഒരു സാധാരണ വർഷം, നോർമൽ ഇയർ എന്ന് പറയും, ഓക്കെ. പിന്നെ ഒരു അതിവർഷം, ലീപ്പ് ഇയർ എന്ന് പറയും അതിന് ഇംഗ്ലീഷിൽ. ഇത് രണ്ടും വ്യത്യാസം വരുന്നത് ഫെബ്രുവരിയിൽ 28 ദിവസമാണോ 29 ദിവസമാണോ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ. അതിവർഷം പേര് തന്നെ ഉണ്ടല്ലോ കേട്ടോ. അതിവർഷം എന്ന് വെച്ചാൽ 1 അധികം ഉണ്ടാവും. അപ്പൊ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും? 29. ക്ലിയർ? ഇനി ഒരു സാധാരണ വർഷം, അപ്പൊ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും? 28 ഉണ്ടാവും. ക്ലിയർ ആണേ? അതാണ് ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം. നമുക്ക് ഈ പറഞ്ഞ പോയിന്റുകളൊന്നും വേണ്ട, ഇതൊക്കെ ഒരു റാങ്ക് ഫയലിൽ മേക്കും ചെയ്യുമ്പോൾ എഴുതി വെക്കുന്ന പോയിന്റുകളാണ്. ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കണ്ട, ഇതിൽ എഴുതി വെക്കുന്നത് വായിക്കണ്ട. അപ്പോൾ സാധാരണ വർഷത്തിൽ ഫെബ്രുവരിയിൽ 28 ദിവസം, അതിവർഷത്തിൽ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും? 29 ദിവസം ഉണ്ടാവും. ഫസ്റ്റ് പോയിന്റ് അതാണ്. കലണ്ടർ എടുക്കുവാണേ, കലണ്ടറിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞല്ലോ കേട്ടോ. ഇനി അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? അതിവർഷം, സാധാരണ വർഷം പറഞ്ഞു, അതിവർഷം പറഞ്ഞു. നിങ്ങൾക്ക് ഒരു മാസം എത്ര ദിവസമാണെന്നുള്ളത് അറിയാലോ ഏകദേശം. ഇപ്പൊ ഫെബ്രുവരിന്റെ കേസ് വിട്ടാല് എല്ലാ മാസങ്ങളും 31. ഓഗസ്റ്റ് 31. ജനുവരി 31, ഫെബ്രുവരി 28, 29, മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. ഇതില് ചിലതൊക്കെ ഒരു പണ്ടൊക്കെ ട്രിക്കായിട്ട് പഠിക്കുമായിരുന്നു. ഞാൻ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോ നമ്മളെ കൈയൊക്കെ വെച്ചിട്ട് ഒരു ട്രിക്ക് ഉണ്ടായിരുന്നു അല്ലെ? കൈന്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നത്, പിന്നെ ഉള്ളത് 30 എന്നുള്ള രീതിയിൽ. അപ്പൊ വേണമെങ്കിൽ അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതൊന്ന് യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് നോക്കിയോട്ടെ, കോപ്പി ഇമേജ്. ഇത് നോക്ക്, ഒരു കൈ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതില്. ഇതിലിപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പൊ കയ്യിൽ ജസ്റ്റ് 2 കൈയും കൂടി വെച്ചിട്ട്, അത് ഒന്ന് ജനുവരി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യട്ടോ, ജനുവരി. അപ്പൊ ജനുവരി 31, പിന്നെ താണിരിക്കുന്ന ഭാഗം അപ്പൊ ഫെബ്രുവരിയാണ്. ഫെബ്രുവരിയിലെ കേസ് ഞാൻ പറഞ്ഞു 28 29 ആവാം. അത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ 28 29 ഏതും ആവട്ടോ. ഇനി അടുത്തത് മാർച്ചിൽ എത്രയായിരിക്കും? പൊന്തിയിരിക്കുന്ന ഭാഗം 31. മാർച്ച്. ഏപ്രില് താണിരിക്കുന്ന ഭാഗം 30. മെയ്യില് 31, ജൂണില് 30, ജൂലൈയില് 31. ഓക്കെ, റെഡി അല്ലേ? അത്ര വരെ മതി. ഇത് 4 ഇനി പിന്നെ എന്ത് ചെയ്യാണ്? ഇവിടുന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഏത് മുതലാന്ന് നോക്കെ? വീണ്ടും പിന്നെ ഇവിടുത്തെ തന്നെ എന്ത് വരും? ജൂലൈ കഴിഞ്ഞാല് ഓഗസ്റ്റ് 31. ഓഗസ്റ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ജൂലൈ ഓഗസ്റ്റ് എന്താണ്? 31. പിന്നെ സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. അതുവരെ. ഓക്കെ, ഇതറിയാലോ. ഞാൻ കൂടുതൽ പറയണോ? ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് ഏകദേശം എല്ലാവർക്കും അറിയാതിരിക്കുന്ന കാര്യമാണ്. ഒരു മാസത്തിൽ എത്ര ദിവസം ഉണ്ടാവുന്നത്. ഫെബ്രുവരി ഒഴിച്ച്, ഫെബ്രുവരി എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. റെഡിയാണ്? അപ്പൊ അത് അറിയാം. അപ്പൊ സാധാരണ വർഷമുണ്ട്, അതിവർഷമുണ്ട്. സാധാരണ വർഷമാണെങ്കിൽ ഫെബ്രുവരിയിൽ 28 ദിവസം, അതിവർഷമാണെങ്കിൽ ഫെബ്രുവരിയിൽ 29 ദിവസം.
ഇനി ഒരു വർഷം അതിവർഷമാണോ സാധാരണ വർഷമാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു വർഷം കിട്ടി. ഇപ്പൊ 2024 എന്നുള്ളത് എന്താണ്, ഒരു അതിവർഷമാണോ സാധാരണ വർഷം എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താ അതിവർഷം 4 ഡിവിഷൻ നടത്തും. ഫെബ്രുവരി ഈ വർഷം ഫെബ്രുവരി 28 29 അറിയാം. ഇതിനെ 4 കൊണ്ട് കറക്റ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം. ക്ലിയർ ആണ്. 4 കൊണ്ട് കറക്റ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം ഈ സംഖ്യ തന്നിരിക്കുന്നതിന്. അപ്പൊ ഇതിൽ 2 കേസ് ഉണ്ട്. നമുക്ക് ചില കേസിൽ സെഞ്ചുറി തരും. സെഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 2000 ഇങ്ങനൊക്കെ വന്നാല്, അപ്പൊ അങ്ങനെ അതായത് ലാസ്റ്റ് 2 0 വരുന്ന കേസ്, കാരണം സെഞ്ചുറി നിങ്ങൾക്ക് അറിയാം, സെഞ്ചുറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുമ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ 400 വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ അതൊന്നും കൺഫ്യൂഷൻ ആണ്ട. കാരണം നിങ്ങൾക്ക് തരുന്ന ഏകദേശം ഇയർ എന്ന് പറയുന്നത് എന്താ, ഈ റീസെന്റ് ആയിട്ടുള്ള ഇയറുകളാണ് തരാറ്. റീസെന്റ് ആയിട്ട് ഇയർ എന്ന് വെച്ചാൽ 2000, 2002, 3 അല്ലെ 1996 അങ്ങനെയൊക്കെ. അല്ലാണ്ട് മുന്നേ ഉള്ള 800 AD 800 അങ്ങനെയൊന്നും തരുന്നൊന്നും കാണില്ല അങ്ങനത്തെ കേസൊന്നും. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചു നോക്കാം. സെഞ്ചുറി അല്ലാത്ത കേസിലൊക്കെ 4 കൊണ്ട് ഹരിച്ചു നോക്കാം. ഇപ്പൊ 2024 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം. പറ്റുമല്ലോ. 20 ഹരിക്കാൻ പറ്റൂ, 24 ഹരിക്കാൻ പറ്റും 4 കൊണ്ട്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതെന്തായിരിക്കും, അത് അതിവർഷം. ഓക്കെ. അപ്പൊ കംപ്ലീറ്റ് ഡിവിഷൻ നടക്കുവാണെങ്കിൽ ഡിവിഷൻ ബൈ 4 or 400 കേട്ടോ. 400ന്റെ കേസ് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ ചോദിക്കുന്ന കാണില്ല. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ഇയർ എന്തായിരിക്കും, അതിവർഷമായിരിക്കും. ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തൊക്കേണ്ട ഒരു ഒറ്റ പോയിന്റ് ആണ് ഓർത്ത് വെച്ചേക്ക്. 2000 എന്നുള്ളത് എന്താണ്, ഒരു അതിവർഷം. ഈ അതിവർഷം ഇനി അടുത്ത എപ്പോ വരുമെന്നറിയോ, അടുത്ത 4 കൊല്ലം കഴിയുമ്പോ. ഓരോ 4 കൊല്ലം കഴിയുമ്പോൾ ഈ അതിവർഷം 2028. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഒരു വർഷം എന്ന് പറയുന്നത് എത്ര ദിവസം, 365 ദിവസം എന്നൊക്കെ പഠിക്കുന്നത്. അങ്ങനെ 4 കാലുകൾ ചേർന്നിട്ട് ഒരു ദിവസം കൂടുന്നതാണ് ഈ ഫെബ്രുവരിയിൽ 29 ആയിട്ട് വരുന്നത്. അപ്പൊ 2000 അതിവർഷം എന്നുള്ളത് വേണേ ഒന്ന് മൈൻഡിൽ വെച്ചോ. 2000 ഇല്ല, കാരണം പിന്നെ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതായിരിക്കും ഇനി അടുത്ത വരുന്ന അതിവർഷങ്ങളൊക്കെ? 2004, 2028. ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്താണ് അതിവർഷം. അപ്പൊ നിങ്ങളോട് ഇറക്കം 2017 എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം 2017 ഫെബ്രുവരി എത്ര ദിവസം ഉണ്ടാവും? 28 ഉള്ളൂ. കാരണം ഈ അതിവർഷമല്ല. കാരണം അതിവർഷം നിങ്ങൾക്ക് അറിയാം 2000, 2004, 8, 12, 16, 20, 24 ആണ്. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ 2017 4 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫെബ്രുവരിയിൽ 28 ദിവസമേ ഉണ്ടാവും. അപ്പൊ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിവർഷം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ് കേട്ടോ. ഇത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എത്ര ദിവസം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വരും നിങ്ങൾക്ക്, അത് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ കിട്ടിയല്ലോ. ഫെബ്രുവരിയിലെ 28 ആണോ 29 ആണോ കണ്ടുപിടിക്കുന്നത്, അതിവർഷമാണോ നോക്കിയാൽ മതി. അതിവർഷമാണെങ്കിൽ അധികം ഉണ്ടാവും. അങ്ങനെ തന്നെ ഓർത്തോട്ടോ. അതിവർഷമാണെങ്കിൽ അധികം ഉണ്ടാവും 1. ഇനി അതിവർഷം എങ്ങനെയാ കാണുന്നത്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. കംപ്ലീറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ്, അതിവർഷമാണ്. വെറുതെ ഒരു പോയിന്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെങ്കിൽ 2000 അതിവർഷം എന്നുള്ള മൈൻഡിൽ വെക്കുക. അത് ചില ഇങ്ങനെ ആടെ ബൈഹാർട്ടാക്കി വെക്കും. അപ്പൊ ചിലതൊക്കെ പെട്ടെന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, കാൽക്കുലേഷൻ നടത്താതെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ഇതിലെ ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ. ഇത് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതാ. എങ്ങാണ്ട് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ ടൈപ്പല്ലോ. പറഞ്ഞുതരാം, അല്ലാത്ത ഞാൻ പറഞ്ഞുതരാം. അതിവർഷം കഴിഞ്ഞാല് പിന്നെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചില ഡേറ്റുകൾ അറിയണം. ഡേറ്റുകൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് പറയണം. ഇപ്പം ഗാന്ധി ജയന്തി ഒക്ടോബർ 2. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്താണ് 2024 റിപ്പബ്ലിക് ദിനം ഗാന്ധി ജയന്തി ദിനം തമ്മിൽ എത്ര ദിവസങ്ങൾ വ്യത്യാസമുണ്ട് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഗാന്ധി ജയന്തി ഏത് ദിവസമാണെന്ന് കിട്ടണം നിങ്ങൾക്ക്. ഒക്ടോബർ 2.
അല്ലെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയണം, ചെറിയ ചെറിയ ഡേറ്റുകൾ. പിന്നെ നവംബർ 14 ഏതാ? മെയിൻ ആയിട്ടുള്ളത് ഇത് ഏകദേശം ഇത് തന്നെയാണ് ചോദിക്കല്. ഗാന്ധി ജയന്തിയും ശിശുദിനവും പിന്നെ റിപ്പബ്ലിക് ഡേയും ഓഗസ്റ്റ് ഡേയും. റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പോൾ ജനുവരി 26, ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ല സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 15. ഇത് 4 മെയിൻ ആയിട്ട് ഇങ്ങനെ ഗണിത ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻ ചോദിക്കൂലേ? അത് ചോദിക്കാറുണ്ട് കേട്ടോ. അതിങ്ങനെ ഇതിലേക്ക് കാര്യത്തില്ല ചോദിക്കുക, അത് പിന്നെ നമ്മുടെ കലണ്ടറിന്റെ പ്രോബ്ലത്തിലല്ല ചോദിക്കുക. ഓക്കെ, ഇത് കലണ്ടറിന്റെ. ഡിസംബർ എത്ര? 22 അല്ല ഗണിത ദിനം. ഗണിത പറയപ്പാ ഡിസംബർ ഡിസംബർ 22. ഡിസംബർ 22 അല്ലേ? ഏത് ആരുടെ രാമാനുജൻ ഡേറ്റ് ഓഫ് ബർത്ത്. എന്താ കേട്ടില്ല? രാമാനുജന്റെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ആഘോഷിക്കണം. അതെ. പിന്നെ രാമാനുജൻ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഇല്ലേ? 1729. രാമാനുജൻ നമ്പർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ കുറച്ച് GK പോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്സിൽ വരുന്നത്. ഈ ഗണിത ദിനം എന്ന് പറയുന്നത് ഡിസംബർ 22 അല്ലേ? അതെ അതെ, ഡിസംബർ 22. ഓക്കെ, GK പോലത്തെ കുറച്ച് സാധനം അത് ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് കമ്പയർ ചെയ്തിട്ട് തരാം ലാസ്റ്റ്. അത് നിങ്ങൾക്ക് നോക്കി പഠിക്കാനേ ഉള്ളൂ. രാമാനുജന്റെ ബുക്ക്, അതേപോലെ ഇടക്കൊക്കെ ലീലാവതിയൊക്കെ ചോദിക്കുന്നു, ആരാണ് എഴുതിയത്, ആര്യഭട്ട എന്നൊക്കെ, അതൊക്കെ ഇങ്ങനെ അടുത്ത് ചോദിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നിച്ചിട്ട് എന്ത് ചെയ്യാം, ഭാസ്കരാചാര്യനുണ്ടല്ലോ ലാസ്റ്റ് എന്ത് ചെയ്യാം എന്നിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഈ ഡേറ്റുകൾ നിങ്ങൾക്ക് ഏകദേശം അറിയാം. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ കലണ്ടർ നോക്കി ഇങ്ങനെയുള്ള ഒരു കലണ്ടർ ഉള്ളതായിരിക്കും. ഒരു റോയിൽ എത്ര ദിവസം ഉണ്ടാവും? ഇങ്ങനെ 7 ദിവസം. 7 ദിവസം ഉണ്ടാവും. ഓക്കെ, അടുത്തേലും 7 ദിവസം കേട്ടോ. ഇങ്ങനെയാണ് വരും. ഇങ്ങനെ ഓർത്ത് വെക്കണം നിങ്ങളെ, ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, ഒരു കലണ്ടറിൽ ഇവിടെ എന്ത് ചെയ്യണം, മൂന്നാമത്തത്, ഇത് മൂന്നാമത്തെ ദിവസം. അപ്പൊ ഇതിന്റെ തൊട്ട് താഴത്തെ എത്രാമത്തെ ദിവസം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് ഡേ ആണ് കിട്ടാൻ എന്ത് ചെയ്താൽ 7 ദിവസം കൂട്ടി എഴുതാം. അപ്പൊ 10. ഓക്കെ, അത് ഓർമ്മ വെക്കണം. അതായത് മുകളിലത്തെ കോളത്തിലുള്ളത് എത്രയാണോ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ തൊട്ട് താഴത്തെ കോളത്തിലുള്ള കണ്ടുപിടിക്കാൻ പെട്ടെന്ന് കഴിയും. 7 കൂട്ടിയാൽ മതി. അല്ലെ മുകളിലത്തെ കണ്ടുപിടിക്കാൻ 7 കുറച്ചാൽ മതി മുകളിലോട്ടേക്ക് പോകുമ്പോൾ കേട്ടോ. ഒരു കലണ്ടർ ആകുമ്പോഴുള്ള കേസാണ് ഞാൻ പറയുന്നത്. കലണ്ടറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ കേസ്. അപ്പൊ ഇവിടെ 4, 5, 6, 4, 5, 6, 7, 8, 9 കറക്റ്റ് 10 വരും. ഇപ്പൊ 7 കൂട്ടോ 7 കുറക്കാം, മുകളിലത്തോ താഴത്തോ കിട്ടാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണ്? കാരണം നിങ്ങളോട് ഇത് ചോദിക്കാറുണ്ട്, ഒരു സ്ക്വയർ ആക്കിയിട്ട് ഇങ്ങ് എടുക്കും ഇവര്. ഇതൊരു കലണ്ടറിലെ എന്താണ് ദിവസങ്ങളാണെന്ന് പറഞ്ഞിട്ട് തരും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു കലണ്ടറിലെ ദിവസമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇവിടെ ഉള്ളത് എന്ന് വെച്ചാൽ 10. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെ ഉള്ളത് എക്സ് എത്രയായിരിക്കും ദിവസം? എക്സ് എന്നുള്ളത് 17, 25. തൊട്ടപ്പുറത്തുള്ള കിട്ടാൻ നോക്ക് 10. അപ്പൊ താഴത്തെ 18ആണ്. താഴത്തെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? എത്ര കൂട്ടണോ? 7 കൂട്ടി. പിന്നെ തൊട്ടപ്പുറത്തെ കള്ളിയല്ലേ 17 വരും. പിന്നെ തൊട്ടപ്പുറത്തെ കള്ളി 18. പിന്നെ തൊട്ടപ്പുറത്തെ കള്ളി എന്ന് പറയുന്നത് 18. അപ്പൊ തൊട്ട് വലത് സൈഡോ ഇടത് സൈഡോ കാണാൻ ഒന്ന് കൂട്ടോ ഒന്ന് കുറക്കോ ചെയ്താൽ മതി. അപ്പൊ ഇതൊരു കലണ്ടറിന്റെ ഏതോ ഒരു ഭാഗമായിരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു കലണ്ടറിന്റെ ഭാഗമാണ് ഈ തരുന്നത്. ഓക്കെ, എല്ലാ ഭാഗമൊന്നും നമുക്ക് തരുന്നില്ല. ഏതെങ്കിലും ഒരു കഷ്ണം എടുത്തിങ്ങ് തരും അവര്. അപ്പൊ കഷ്ണം എടുത്ത് തന്നു കഴിഞ്ഞാൽ തൊട്ട് താഴത്തെ കണ്ടുപിടിക്കാൻ 7 കൂട്ടിയാൽ മതി. ഇനി വലത് സൈഡിലെ കാണാൻ ഒന്ന് കൂട്ടുക. നിങ്ങൾക്കറിയാം കലണ്ടർ നോക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഇടത് സൈഡിൽ കിട്ടാൻ 17 ഒന്ന് കുറച്ചാൽ മതി. ഈ സൈഡിൽ 16 വരും ഇവിടെ. ഇനിയിപ്പോ ഇതിന്റെ താഴത്താണ് ചോദിച്ചെങ്കിലോ 17ന്റെ താഴത്തുള്ളത് 7 കൂട്ടും. 7 കൂട്ടാം. അപ്പൊ 24. യെസ്, ഇത്രയാണ് ഇതിൽ അറിയേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം എങ്ങനെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫുൾ ആയിട്ട് ചെയ്യാന്നുള്ളത്. നമുക്ക് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കലണ്ടർ ഇതാ 40ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ക്വസ്റ്റ്യൻ
ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് എന്താണെന്നുള്ളത് ക്ലിയർ ആകും. ഫസ്റ്റിലത്തെ ചെയ്യുമ്പോൾ തന്നെ 2024 ജനുവരി 1 തിങ്കളാഴ്ച ആണ് എങ്കിൽ 2024 മാർച്ച് 1 ഏത് ദിവസമായിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, 2024 ജനുവരി 1 തിങ്കൾ, അങ്ങനെയാണെങ്കിൽ മാർച്ച് 1 ഏത് ദിവസമായിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടെന്ന കാര്യം അറിയാം, ഈ ഫെബ്രുവരിയിൽ കൂടി കടന്നു പോകുന്നുണ്ടോ നോക്കണം. നിങ്ങൾക്ക് തന്ന ഡേറ്റ് ഇതിലുണ്ടോ? ഫെബ്രുവരിയിൽ കൂടി കടന്നു പോകുന്നുണ്ടോ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സാധനം കടന്നു പോകുന്നുണ്ടോ ഫെബ്രുവരിയിൽ കൂടെ? പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഫെബ്രുവരി ഈ ഇയർ ആ തന്നിരിക്കുന്ന ഒരു ഇയർ തരും. ഒരു ഇയർ തരാൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ഇയറിൽ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, മൈൻഡിൽ ഒന്ന് വെക്കണം. 29 എത്ര ദിവസം ഉണ്ട്? 29 ദിവസം ഉണ്ട് ഫെബ്രുവരിയിൽ. ഓക്കെ ആണേ. ഇനി എങ്ങനെയാ കാണുമെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് എല്ലാ മോഡലും ഒരേപോലെയാണ് ചെയ്യാം. ഇപ്പൊ ജനുവരി 1 തന്നിട്ടുണ്ട്. ജനുവരിയിൽ ഇനി എത്ര ദിവസം ഉണ്ട് നോക്കാം. 30. ജനുവരിയിൽ നമുക്കറിയാം 31 ദിവസമുള്ളത്. ആദ്യത്തെ 1 ഒഴിവാക്കുക. ബാക്കി എത്ര ഉണ്ട് നമുക്ക് അവിടുന്ന് ബാക്കി എത്ര ഉണ്ട് എന്നുള്ള മാത്രമേ കേട്ടുള്ളൂ. ജനുവരിയിൽ എത്ര ദിവസം ഉണ്ട്? ഇനി 30 ദിവസം. ഓക്കെ, ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ട്? 29 ദിവസം. നമുക്ക് കാണേണ്ടതാ മാർച്ച് 1. അപ്പൊ അതും കൂടി കൂട്ടും. അപ്പൊ ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? എത്ര ദിവസം ടോട്ടൽ ഉണ്ട് ഇതിന്റെ ഇടയിൽ? 60. ബാക്കി 3 5 6. ഈ 60ന് എത്ര കൊണ്ട് ഹരിക്കുക? 7 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് നമുക്ക് ശിഷ്ടാണ് വേണ്ടത് കേട്ടോ. അവിടെ ഈ ഹരിച്ച് കിട്ടുമ്പോൾ എത്രയാണ് ശിഷ്ടം, അതാണ് വേണ്ടത്. അപ്പൊ ഈ 60ന് 7 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് അറിയാം, 60ന് 7 കൊണ്ട് ഹരിച്ചാൽ എത്ര പ്രാവശ്യം പോകും? 54. 6 7 54. 6 7 7 49. 8 56. എത്ര വരും ബാക്കി? ബാക്കി 6. ബാക്കി 6ഓ? 4. ബാക്കി 4 വരും. ഓക്കെ, അപ്പൊ 4ആണ് ഇവിടുത്തെ ശിഷ്ടം. എന്ത് ചെയ്താൽ മതി? ആ തന്നിരിക്കുന്ന തിങ്കൾ എടുക്കുക. ജനുവരി 1 തന്നിരിക്കുന്ന തിങ്കളില്ല, അതിനോട് 4 കൂട്ടുക. ശിഷ്ടം എത്രയാണോ അത് കൂട്ടുക. അപ്പൊ എത്ര ഉണ്ടാവും? ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി. എത്രയാ വരുന്നത്? 4 കൂട്ടുക. തിങ്കൾ കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ ദിവസം. തിങ്കൾ കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ ദിവസം എന്താ? വെള്ളി. നോക്കി ഇതൊന്ന് ചിന്തിച്ചു നോക്കിയാ ഞാൻ പറഞ്ഞത് എങ്ങനെയാന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടോന്ന്. ജനുവരി എന്താ 30 ദിവസം എടുത്തേ? 31 അല്ലേ വരണ്ടേ? ഇത് 1-ാം തീയതി അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. 1-ാം തീയതി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ലേ? ഇൻക്ലൂഡ് ചെയ്യൂല. ഓക്കെ, ജനുവരി 1 തിങ്കളാണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ തിങ്കൾ മുതലുള്ളത് ഇനി അങ്ങോട്ട് എടുക്കുന്നതാണ്. അപ്പൊ തിങ്കൾ മുതലല്ലേ ഈ 4 ശിഷ്ടം വെച്ച് കാണുന്നത്. അപ്പൊ തിങ്കൾ മുതലുള്ള ഡേറ്റ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പോ ജനുവരി 1 തന്നിട്ട് തിങ്കൾ ആണ്. അപ്പൊ ആ 1 നമുക്ക് ഒഴിവാക്കി കളയാം. അപ്പൊ 31 1 പോയാൽ 30 ദിവസം അവിടെ ബാക്കിയുണ്ട്. ഓക്കെ, തന്നിരിക്കുന്ന ഡേറ്റ് അങ്ങ് ഒഴിവാക്കുക. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഈ കാണേണ്ട ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യാം. ഒരു ഫോർമാറ്റ് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഡൗട്ട് വരില്ല. ഒരു ഫോർമാറ്റ് നല്ല രീതിയിൽ പഠിക്കാം. തന്നിരിക്കുന്ന ഡേറ്റ് അങ്ങ് ഒഴിവാക്കിയിട്ട് കാണേണ്ട ഡേറ്റ് അങ്ങ് ഇൻക്ലൂഡ് ആക്കിയാൽ മതി. ഇൻക്ലൂഡ് എന്ന് വെച്ചാൽ ഇപ്പൊ മാർച്ച് 1 കണ്ടെങ്കിൽ 1 ദിവസം ഉണ്ട്. ഓക്കെ ആണ്. അപ്പൊ ഈ ഫോർമാറ്റ് എന്താ? ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫെബ്രുവരിയിൽ കൂടി കടന്നു പോകുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം കേട്ടോ. അത് ഫസ്റ്റ് നിങ്ങൾ മൈൻഡിൽ വരണം ഒരു ഡേറ്റ് കാണുമ്പോൾ. അങ്ങനെ വന്നാൽ ആ അതിവർഷമാണോ അല്ല എന്നുള്ളത് ചെക്ക് ചെയ്യണം. എല്ലാം ഇപ്പോൾ ഒന്നും ചെക്ക് ചെയ്യേണ്ടി വരില്ല. കാരണം നിങ്ങളോട് ഇപ്പം 2024 മാർച്ച് 1 മുതൽ ഏപ്രിൽ 2 വരെയുള്ള കാണാൻ പറഞ്ഞെങ്കിൽ ഒന്ന് അതിവർഷമാണോ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മാർച്ച് മുതൽ ഏപ്രിൽ അല്ല കാണുന്നത്. അതിൽ ഫെബ്രുവരി വരുന്നില്ലല്ലോ. ഓക്കെ, ഫെബ്രുവരി നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഫെബ്രുവരി മാസം വരുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണ്ടോ, നിങ്ങളത് അതിവർഷമാണോ ലീപ് ഇയർ ആണോ അല്ലെങ്കിൽ നോർമൽ ഇയർ ആണോ എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെക്കേണ്ടേ ഉള്ളൂ. ലാസ്റ്റ് സാർ 1 എന്താണ് ആഡ് ചെയ്തത്? ഫെബ്രുവരിയിലുള്ള മാർച്ചിലെ 1 തിങ്കളാഴ്ച. എന്താ തിങ്കളാഴ്ച? മാർച്ചോ അല്ലല്ല, ജനുവരി 1 തിങ്കളാഴ്ച അല്ലേ. ജനുവരിയിൽ എത്ര ദിവസം ഉണ്ടെന്ന് ആദ്യം എഴുതുക. അപ്പൊ ജനുവരി 1 തിങ്കളാണ് തന്നിട്ടുണ്ട്. അപ്പൊ 1 ദിവസം അതിൽ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റാം. ആ 1 അങ്ങ് മാറ്റി കഴിഞ്ഞാൽ കുറെ കൺഫ്യൂഷൻ ആയി പോകും. ഇപ്പൊ ഞാൻ എന്താണ് 2024 ജനുവരി 4 എന്താണ് എന്താ കൊടുക്കട്ടെ, എന്താ വെറുതെ എഴുതുവാണേ, ബുധൻ ആണെങ്കിൽ
എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 2024 മാർച്ച് 10 ഏത് ദിവസം? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ജനുവരി മുതൽ മാർച്ച് വരെ. ഫെബ്രുവരി വരുന്നുണ്ട് നോക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയ ഫസ്റ്റ് നോക്കേണ്ടതാണ്. ഫെബ്രുവരി വരുന്നുണ്ട്. ഇനി ജനുവരിയിൽ എത്ര ദിവസം നമുക്ക് വേണം നോക്കാം. ജനുവരി ഓൾറെഡി 4 ദിവസമായി അല്ലേ? ജനുവരി എത്ര ദിവസമുള്ള മാസാ ജനുവരി? 31 31. ഓൾറെഡി എന്തായി? 4 ദിവസമായി. 27 ആ 4 കുറച്ച് കഴിഞ്ഞാൽ മതി. ബാക്കി എത്ര ദിവസം ഉണ്ടാവുന്ന കാണാൻ. ഇപ്പൊ 31 4 വർഷം 27 ദിവസം. ഇനി ജനുവരിയിൽ 27 ദിവസം ബാക്കി കിടക്കുന്നുണ്ട്. ഫെബ്രുവരിയിലോ? 29. ഫെബ്രുവരി 29. കാരണം 2024 അതിവർഷമാണ്. 28 നേരത്തെ 29. കാരണം ഇതിൽ 28 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു ദിവസം കിട്ടും. നിങ്ങൾ കുത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മാർക്ക് അവിടെ പോകും. ഇനി അടുത്തത് മാർച്ച്. മാർച്ചിൽ എത്ര ദിവസം ഉണ്ട്? ഏത് ഡേറ്റാ കാണേണ്ടത് നമുക്ക്? മാർച്ച് 10 10ആണ്. അപ്പൊ 10 വരെ കൂട്ടണം. കറക്റ്റ് 10 വരെ കിട്ടണം. അപ്പൊ ഇത് മൊത്തം കൂട്ടണം. ഓക്കെ, ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ആയി കിട്ടി സംഭവം. ഇപ്പൊ ജനുവരിയിൽ 27 ദിവസം ബാക്കി, ഫെബ്രുവരിയിൽ 29 ദിവസം, മാർച്ചിൽ 10 ദിവസം. അപ്പൊ ഇത് ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ 9 7 16 2 4 5 6 66. ഓക്കെ, അപ്പൊ 66 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 × 9 63 ബാക്കി 3. ഇങ്ങനെ അവസാന ശിഷ്ടമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഈ കിട്ടുന്ന ശിഷ്ടമാണ് വേണ്ടത്. ശനിയാഴ്ച ആയിരിക്കും. അപ്പൊ ബുധൻ എന്ന് എന്ത് ചെയ്യാം? ഈ 3 കൂട്ടം. ബുധനിന് 3 കൂട്ടിക്കഴിഞ്ഞാല് വ്യാഴം വെള്ളി ശനി. അപ്പൊ ശനിയാണ് എന്ത്? മാർച്ച് 10 വരും. ക്ലിയർ അല്ലേ? ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് നിങ്ങൾ പക്ക ക്ലിയർ ആയിരിക്കണം. ഇയർ ആയിട്ട് ചോദിക്കൂലേ? ഇപ്പൊ ജനുവരി 1 2024 ഒരു ഡേ ആയിട്ട് പിറ്റത്തെ വർഷം 2025 ചോദിക്കൂലേ? 2025 ജനുവരി 1 ഏത് ദിവസം ആയിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഒരു വർഷം ശരിക്കും നിങ്ങൾക്ക് ഇപ്പൊ നോർമലി പല എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ഇപ്പൊ 3-4 വർഷമൊക്കെ കഴിയുമ്പോൾ ആ ഡേ എന്താന്ന് ചോദിക്കും. നിങ്ങൾക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അത്രത്തോളം കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കേസ് പറയാതിരുന്നത്. ഓക്കെ, നോർമൽ കേസിൽ നോക്കിക്കോളെ. എപ്പോഴും ഉണ്ടാവുന്ന വെച്ചാല് ഒരു വർഷം കഴിയുമ്പോ ഇല്ല എന്താ സംഭവിക്കാന്ന് അറിയാം? അതേ ദിവസം വരുമ്പോ ഞാൻ പറയാണ് ജനുവരി 2017 ജനുവരി 1 തിങ്കൾ. ഓക്കെ, അങ്ങനെയാണ് 2018 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ചൊവ്വയാണ്. അതായത് നോർമലി ഒരു ദിവസമാണ് കൂടുക. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇതിന്റെ ഇടയിൽ ഒരു ഫെബ്രുവരിയിൽ കൂടി കടന്നു പോകും അല്ലെ സംഭവം? നമ്മൾ ഈ ഡേറ്റ് കാണുമ്പോൾ ഒരു ഫെബ്രുവരിയിൽ കൂടി കടന്നു പോകല്ലോ. ഇത് ഏതിന്റെ ഫെബ്രുവരിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? ഇത് നോർമലാണ്. 2017 ഫെബ്രുവരി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെ 2018 ഫെബ്രുവരി ആണോ? 2017 ഫെബ്രുവരി 17 അല്ലെ? അപ്പൊ 2017 ജനുവരി മുതൽ, അപ്പൊ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറഞ്ഞു പോകും. അപ്പൊ 2017 ഫെബ്രുവരി നടന്നത് എത്ര ദിവസം ഉള്ളതെന്ന് നിങ്ങൾ നോക്കുക. അതിവർഷമാണോ അല്ല എന്നുള്ളത്. അതിവർഷമാണോ? അതിവർഷമല്ല, 28 ഉള്ളൂ. അങ്ങനെ അതിവർഷം അല്ലാത്തത്, അതായത് നോർമൽ ഇയർ ആണെങ്കിൽ ഒറ്റ ദിവസമാണ് കൂടുക. അതേ ദിവസം ചോദിച്ചാൽ ഒരു ദിവസം കൂടും. അതേ ഡേറ്റ് ചോദിച്ചാൽ ഇപ്പൊ 2017 ജനുവരി 1 തിങ്കളാണെങ്കിൽ 2018 ജനുവരി 1 എന്തായിരിക്കും? ചൊവ്വയായിരിക്കും. ഇത് ഞാൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. ഇത് നിങ്ങൾക്ക് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയാതിരുന്നത്. അപ്പൊ എന്താ നോക്കേണ്ടത്? അപ്പൊ അടുത്ത വർഷത്തെ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ഫെബ്രുവരിയിൽ കൂടി കടന്നു പോകുമ്പോൾ ആ കടന്നു പോകുന്ന ഫെബ്രുവരി ഇല്ലേ, ആ കടന്നു പോകുന്ന ഫെബ്രുവരി നോർമൽ ഇയർ ആണോ, 28 ദിവസമാണോ 29 ദിവസമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. 28 ദിവസമാണെങ്കിൽ 28 ദിവസമല്ല, അതായത് സാധാരണ വർഷത്തിൽ കൂടിയാണ് കടന്നു പോകുന്നെങ്കിൽ ഒരു ദിവസം കൂടും. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? എത്ര ദിവസം കൂടും? അപ്പോ 2 ദിവസം കൂടും. കാരണം ഒരു ദിവസം ഇവിടെ ഫെബ്രുവരി 29 ആവുമല്ലോ. അപ്പൊ ഇങ്ങനത്തെ കേസ് ആണെങ്കിൽ ഏതുപോലത്തെ 2024 ജനുവരി 1 തിങ്കൾ, അങ്ങനെയാണെങ്കിൽ 2025
ജനുവരി 1 ഏത് ദിവസം? ഏത് ദിവസമായിരിക്കും? ബുധന്. ബുധനായിരിക്കും. അപ്പൊ കാരണം എന്ന് വെച്ചാല് ഇവിടെ നിങ്ങൾ നോക്കുക, ഫെബ്രുവരി കടന്നു പോകുന്ന ഏത് ഫെബ്രുവരി കൂടിയാണ്? 2024 ഫെബ്രുവരി കൂടിയാ കടന്നു പോവാ. 2024 ഫെബ്രുവരി നടന്ന ഒരു അതിവർഷ 29 ഉള്ളതാണ്. അപ്പൊ എത്ര ദിവസം കൂട്ടണോ? 2 ദിവസം കൂടും. അതിവർഷം ആയതുകൊണ്ട് 29 ഉള്ളതുകൊണ്ട്. അപ്പൊ തിങ്കൾ എന്നുള്ളത് എന്തായിട്ട് മാറും? ബുധൻ. ഓക്കെ, നോർമൽ ഇതിൽ കൂടിയാ കടന്നു പോകുന്ന ഒറ്റ ദിവസമായിരുന്നു കൂടുക. ഇതിപ്പോ ഫെബ്രുവരി 29 ഉള്ളത് കൊണ്ട് 2 ദിവസം കൂട്ടണം. അപ്പൊ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫെബ്രുവരി കടന്നു പോകുന്ന ഫെബ്രുവരി എടുക്കുക, 28 ദിവസമാണ് 29 ദിവസമാണെന്നുള്ള നോക്കുക. 28 ദിവസം ഉള്ളെങ്കിൽ ഒരു ദിവസം കൂട്ടിയാൽ മതി. 1 ഡേ, ആ ഡേറ്റിൽ 1 ഡേ. അപ്പൊ തിങ്കളാണെങ്കിൽ ചൊവ്വ, വ്യാഴാണെങ്കിൽ വെള്ളി. ഇനി ഫെബ്രുവരി 29 ഉണ്ടെങ്കിൽ 2 ദിവസം കൂടണം. ബുധനാണെങ്കിൽ വ്യാഴ വെള്ളി, ശനിയാണെങ്കിൽ ഞായർ തിങ്കൾ, അതുപോലെ തിങ്കളാഴ്ച വരും. അതുപോലെ എനിക്ക് ചോദിച്ച് കാണില്ല, അതുകൊണ്ട് ജസ്റ്റ് എന്നാലും നോർത്ത് വെച്ചാൽ, കാരണം പറയാൻ പറ്റില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഏകദേശം ടൈം ആയിട്ടുണ്ടല്ല. സാർ അത് ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞുതരുമോ? ഇപ്പൊ പറഞ്ഞതാ? ഇപ്പൊ പറഞ്ഞതിൻ്റെത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നോർമൽ കേസിലില്ലേ, ഇപ്പൊ ഏതെങ്കിലും ഒരു വർഷത്തെ ഒരു ഡേറ്റ് തന്നിട്ട് തൊട്ടടുത്ത വർഷത്തെ അതേ ഡേറ്റ് എന്നാ ചോദിക്കുക. നോർമൽ കേസാണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എപ്പോഴും ആ കടന്നു പോകുന്ന ഫെബ്രുവരി അതാ നോക്കുക. അപ്പൊ ഞാൻ ഒരു കേസ് പറയാണ്, 2023 അല്ല 2023 വേണ്ട, 2003 ആയിക്കോട്ടെ. 2003 എന്താണ് 2023 ജനുവരി 4 എന്താണെന്ന് വെച്ചാല് ബുധനാണ്. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, 2004. അങ്ങനെയാണെങ്കിൽ 2004 ജനുവരി 4 എന്താഴ്ചയായിരിക്കും? അതായത് അടുത്ത വർഷം ഇതേ ദിവസം ഇതേ ഡേറ്റ് ഏത് ദിവസമായിരിക്കും എന്നാ ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ ഫെബ്രുവരി കടന്നു പോകുന്ന ഏതിൽ കൂടെ നോക്കുക, ഏത് ഇയറിലെ ഫെബ്രുവരിയാ വരുന്നതെന്ന്. ഇവിടെ ഏത് ഇയറിലെ ഫെബ്രുവരിയാ വരുന്നത്? 2003 നോർമൽ അല്ലേ? 2029. അതെ. അപ്പൊ 2003 ജനുവരി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 2003 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മുതൽ 2004 ജനുവരി വരെ പോകും. അപ്പൊ ഫെബ്രുവരി വരുന്നത് ഏതിന്റെ ഫെബ്രുവരിയാ? 2003 ഫെബ്രുവരിയാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത്. അപ്പൊ 2003 ഫെബ്രുവരി 28 ദിവസമാണ് 29 ദിവസമാണുള്ളത് നോക്കുക. എത്രയാ? 28 ദിവസം. കാരണം നോർമൽ ഇയർ ആണ്. അപ്പൊ 28 ദിവസം ആണെങ്കിൽ ഒരു ഒറ്റ ദിവസം കൂട്ടിയാൽ മതി. അപ്പൊ ബുധൻ എന്നുള്ള എന്തായിട്ട് മാറും? വ്യാഴമായിട്ട് മാറും. ക്ലിയർ ആണ്. ഇനി 29 ദിവസമുള്ള ഫെബ്രുവരി കൂടിയാ പോകുന്നെങ്കിൽ 2 ദിവസം കൂടും. ബുധൻ എന്നുള്ള കേസ് ഇങ്ങനെ വന്നെങ്കിൽ വ്യാഴം വെള്ളിയായിട്ട് മാറും. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ നോക്കി നോക്കി, ഇതുപോലത്തെ ടൈപ്പ്. ഇപ്പൊ 2023 മാർച്ച് 2003 മാർച്ച് എന്താണ് 10 വ്യാഴാണ്. അങ്ങനെയാണ് നിങ്ങളോട് ചോദിക്കുകയാണ് 2004 മാർച്ച് 10 ഏത് ദിവസമാണ് ചോദിക്കുന്നത്? ശനി. യെസ്. അപ്പൊ ഏത് ഫെബ്രുവരി വരുന്ന ഏത് ഇല്ല നോക്കുക. നിങ്ങൾക്ക് 2003 മാർച്ച് മുതൽ തുടങ്ങുന്നത്. അപ്പൊ മാർച്ച്, ഏപ്രിൽ, മെയ് ഇങ്ങനെ പോകും. 2004 ഫെബ്രുവരിയിൽ കൂടിയല്ലേ പോകുന്നത്, പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ. അപ്പൊ 2004 ഫെബ്രുവരിയാണ് നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ എത്ര വരും? 2004 ഫെബ്രുവരി നടന്നതാ എത്ര ദിവസം ഉണ്ട്? 29. അപ്പൊ 2 ദിവസം കൂട്ടണം. അപ്പൊ വ്യാഴ, വെള്ളി, ശനി വരും. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമുക്ക് ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ കേട്ടോ. ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ബാക്കിയുള്ള നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി തരുവേ. 95 113. ഇത് നോക്ക്, ഇത് ചെയ്തേ. 43ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. ഏകദേശം ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അനുമാനം. എല്ലാവരും ചെയ്യണേ, എല്ലാവരും ചെയ്ത് നോക്കണം. വെള്ളിയാഴ്ച അല്ലേ വരിക?
നോക്കാം, നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം മുമ്പ് എനിക്ക് ക്ലാസ് ഉണ്ട്. ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഞാൻ ഗ്രൂപ്പിലിടും, കുറച്ച് ചെയ്ത് നോക്കാം നിങ്ങൾ. രണ്ടായിരത്തി 19 നോർമലായ കാരണം ഫെബ്രുവരിയിൽ 28 ദിവസം, പിന്നെ മാർച്ചിൽ ഒരു ദിവസം, 29/7 വരുമ്പോ ബാക്കി 4/7 28 ഒരു ദിവസം ബാലൻസ്. ആ ഇപ്പൊ എത്ര വരും? വെള്ളിയാഴ്ച. ഓക്കെ, പറയട്ടെ. അപ്പം ജനുവരി, നിങ്ങൾ ജനുവരി 31 മുതൽ മാർച്ച് 1 വരെ കാണേണ്ടത്. അപ്പൊ ജനുവരിന്റെ മാർച്ചിന്റെ ഇടയിൽ നമ്മൾ ഫെബ്രുവരിയിൽ കൂടി പോകുന്നുണ്ട്. അപ്പൊ ആ പോകുന്ന ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഏത് ഇയർ ആണെന്ന് നോക്കാം. 2019 ആണ് ഇയറാ, 4 കൊണ്ടായിരിക്കാൻ പറ്റൂല. അപ്പൊ 28 ദിവസമേ ഉള്ളൂ. ആദ്യം അത് മൈൻഡിൽ ഫിക്സ് ആക്കി കേട്ടോ. ഇത് കടന്നു പോകുന്നതിന്റെ മാത്രം നോക്കിയാൽ മതിയേ. ഇപ്പൊ നിങ്ങളോട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തേക്കുള്ള ഒരു ഇതിന്റെ ഇടയിലാ ചോദിച്ചെങ്കിൽ ഇത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഫെബ്രുവരിന്റെ കേസ് വേണ്ട. ഓക്കെ, സെപ്റ്റംബർ ഒക്ടോബർ ചോദിച്ചാൽ ഫെബ്രുവരിയിൽ കൂടി പോകുന്നില്ലല്ലോ നമ്മള്. ഫെബ്രുവരി കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഡേറ്റ് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യണ്ടോ, അത് കൺസിഡർ ചെയ്യണ്ടോ. അപ്പൊ ഈ ഫെബ്രുവരിയിൽ 28 ദിവസം ഉണ്ട്, അത് അവിടെ വെക്കട്ടെ. 2019 ജനുവരി 31 തന്നിട്ടുണ്ട് വ്യാഴം. ഇനി ജനുവരിയിൽ എത്ര ദിവസം ഉണ്ടോ ബാക്കി? 31 കഴിഞ്ഞ് ഇനി ജനുവരിയില്ല, 31 കഴിഞ്ഞില്ല, 28 കഴിഞ്ഞല്ലോ. പിന്നെ മാർച്ച് 1 പിന്നെ ഉള്ളത് ഫെബ്രുവരിയിലാണ്. അപ്പൊ ഫെബ്രുവരിയിൽ 28 ദിവസം ഉണ്ട്. ഇനി മാർച്ച് 1 വരെ കാണണ്ടേ. അപ്പൊ മാർച്ചിൽ എത്ര ദിവസം ഉണ്ട്? ഒരു ദിവസം. ഒരു അപ്പൊ ദിവസം. ടോട്ടൽ 28 ദിവസം 29 ദിവസം ഉണ്ട് അതിന്റെ ഇടയിൽ. ആ 29 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4 7 28 ചെയ്താൽ 1 ശിഷ്ടം കിട്ടും. 1 ശിഷ്ടം കിട്ടിയാൽ ആ 1 കൂട്ടേണ്ടത്, ഈ വ്യാഴത്തിനോട് കൂട്ടേണ്ടത്. 1 വ്യാഴത്തോട് കൂട്ടിയാൽ വെള്ളി ആൻസർ. റെഡി? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെഷൻ നിർത്തുവാണ്. എന്ന് വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടുതരാം, നമുക്ക് നോക്കാം. ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ നോക്കി നോക്കട്ടെ. ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയിട്ടില്ല. നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ ആൻസേഴ്സ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ആൻസറും കൂടെ ഇട്ടിട്ടുണ്ട്, ഒന്ന് ഇത് ചെയ്ത് നോക്കായിരുന്നു. നിങ്ങൾ ചെയ്ത് നോക്കാം. ആൻസർ ഞാൻ ഇട്ടുതരും. നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഇട്ടുതരും, കാരണം നിങ്ങൾ അത് നോക്കിയിട്ട് ക്ലിയർ ആക്കരുത്. ഇല്ല, ചെയ്തതിന് ശേഷം അതിന്റെ ഇത് നോക്കാൻ വേണ്ടിട്ടാ, ശരിയാണോ തെറ്റാണോ. ഓക്കെ ഓക്കെ, അത് ഞാൻ ഇട്ടുതരാം. ഗ്രൂപ്പിൽ തന്നെ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇട്ടില്ലെങ്കിൽ ഞാൻ മുമ്പ് കുറച്ച് പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഇന്നലെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇന്നലത്തെ റെക്കോർഡ് ക്ലാസ്സിന്റെ അവസാനമാണ് ഉള്ളത്. അപ്പൊ ബ്ലോക്കും കലണ്ടറിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടുതരാം. അതും കൂടി ഒന്ന് നിങ്ങൾ കുറച്ച് ചെയ്യാനുണ്ട്. ബ്ലോക്ക് കലണ്ടർ കുറച്ച് എന്തായാലും ചെയ്യാനുണ്ട്, നമ്മൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. Thank you, sir. Yes, sir. Thank you, sir.